ന്യൂസിലൻഡിൽ നിന്നും നാട്ടിലെത്തിയതിനു ശേഷം വേണ്ടപ്പെട്ടവരുടെ അടുത്തൊക്കെ ഒന്ന് പോവാണ്. അമലയുടെ അമ്മ വീട് തട്ടേക്കാടാണ്. അങ്ങോട്ടേക്കാണ് യാത്ര. അമ്മയുടെ റിലേറ്റീവ്സ് എല്ലാം മിക്കവാറും ഈ ഭാഗത്തൊക്കെ തന്നെയാണ്. തട്ടേക്കാട് പാലം കടക്കുമ്പോഴേക്കും നമ്മളെ ആദ്യം എതിരേൽക്കുന്നത് ഇവന്മാരാണ്. കണ്ടടാ, ഇതാണ് മങ്കി. നമ്മളെപ്പോലെ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവന്മാരൊരു രസമുള്ള കാഴ്ചയാണെങ്കിലും ഇവിടുത്തുകാർക്ക് അത്ര രസമുള്ളതല്ല. കായ്ഫലം കിട്ടുന്ന മരങ്ങളൊക്കെ ഇവിടെയുള്ളവർക്ക് അലങ്കാരച്ചെടികളാക്കി മാറ്റിയത് ഇവന്മാരുടെ ഒറ്റ കഴിവുകൊണ്ടാണ്. ഒരു തരിയും ബാക്കി വയ്ക്കില്ല. നമ്മളപ്പോൾ ആദ്യം പോകുന്നത് 8-ാം മൈലുള്ള കൊച്ചപ്പൻ്റെ വീട്ടിലേക്കാണ്. നമ്മുടെ പഴയ ചില ഫിഷിംഗ് വീഡിയോകളിലൊക്കെ കൊച്ചപ്പൻ നിറസാന്നിധ്യമായിരുന്നു. അക്കാലത്ത് 8-ാം മൈലിൽ താമസിച്ചുകൊണ്ടിരുന്ന കൊച്ചപ്പൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നാണ് സ്വിറ്റ്സർലൻഡിലേക്ക് താമസം മാറിയത്. അതെ, കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ്. പുറത്തേക്ക് അധികം അറിയപ്പെടാതിരുന്ന ഈ സ്ഥലം ഏതൊക്കെയോ വ്ളോഗർമാരൊക്കെ കൂടി കേരളത്തിന്റെ സ്വന്തം സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയതിനു ശേഷമാണ് കൊച്ചപ്പനൊക്കെ ഫ്രീ ആയി സ്വിറ്റ്സർലൻഡിലെത്തിയത്. കൊച്ചപ്പ നമസ്കാരം. ചെരുപ്പ് ഇട്ട് തരാം. വനമാണോ കാണുന്നത്? എന്തോ 3 മാസം മുന്നേ ഇവിടെ വന്നായിരുന്നോ? വന്നിട്ട് ഒരുത്തനായാലും വന്നിട്ട് നമ്മുടെ ഈ പറമ്പ് അങ്ങോട്ട് പറയും. അത് ശരി. ശല്യം ഉണ്ടല്ലേ? എന്റെ പ്രായത്തിനോടൊക്കെ ആദ്യമായിട്ട് ആന വന്നത്. ആണോ? അല്ല, ആന വന്നിട്ടില്ല. അതിന്റെ അങ്ങേ ചെരുവട മലയാറ്. ഇങ്ങോട്ട് പോയാ പൂയംകുട്ടി, അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് മൂന്നാറ്. ആ സ്ഥലം നിനക്കറിയാൻ പാടില്ലടി. കുട്ടമ്പഴച്ചി തിരിയും ഇങ്ങനെ. എവിടെ ഇതിനകത്ത് കുറച്ചുണ്ടാവും. അപ്പൊ നമുക്കിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ കൊല്ലം മാങ്ങ കുറവായിരുന്നു. കൊറങ്ങനെ ഓടിക്കാനായിട്ട് പടക്കം പൊട്ടിക്കുന്നതൊക്കെ. എന്തോ ഞങ്ങള് മൊത്തം 42 ദിവസമുള്ളൂ വെച്ചപ്പാ. ഇതാണ് ഇപ്പോഴത്തെ എന്നാ സ്വിറ്റ്സർലൻഡോ? കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡോ? കേരളത്തിന്റെ സ്വിറ്റ്സർലൻഡ്. അതെ, നമ്മളിവിടെ കോതമംഗലത്തിനടുത്തുള്ള സ്വിറ്റ്സർലൻഡ്. ഇവിടെയൊക്കെ നമ്മൾ എന്തൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. വേണോടാ കാണിച്ച്. എവിടെയാ? ബാർബിക്യൂവിന്റെ സ്മെല്ല് പോലെ ഉണ്ടല്ലോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. പല വീഡിയോയിലും ഞാൻ പണ്ടൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വരുമ്പോഴൊക്കെ വീഡിയോ എടുത്തതൊക്കെ ഉണ്ട്. മീൻപിടുത്തം നടത്തിയതുണ്ട്, കുക്കിംഗ് ഉണ്ട്, അങ്ങനെ എല്ലാമൊക്കെ ഉള്ള. അന്നൊന്നും ഇത് ഇത്ര പേരില്ലായിരുന്നു. ഇപ്പം ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റാങ്കട്ടിൻ്റെ കാശ്മീർ ഏരിയ അല്ലേ? തട്ടേക്കാട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹിഡൻ ജെമ്മാണ്. അത് പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെ മനസ്സിലാവണമെന്നില്ല. കുറച്ചുള്ളിലേക്ക് പോയാൽ അതിമനോഹരമായിട്ടുള്ള തടാകങ്ങളും മലനിരകളും പുൽമേടുകളുമുള്ള സ്ഥലങ്ങളുണ്ട്. അത് പുറത്തുനിന്ന് വരുന്നവർക്ക് അത്ര ഈസിലി ആക്സസിബിൾ അല്ല. അത് മിക്കതും ലോക്കൽ ആളുകൾക്ക് മാത്രം അറിയാവുന്ന സ്ഥലങ്ങളാണ്. അതിൽ പലതും നമ്മുടെ പഴയ ഫിഷിംഗ് വീഡിയോകളിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അന്നൊക്കെ പലരും നമ്മുടെ യൂട്യൂബ് വീഡിയോകളിൽ കമന്റ് ചെയ്യുമായിരുന്നു ഈ സ്ഥലങ്ങളൊക്കെ വന്നാൽ കാണാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫുഡ് ആൻഡ് ട്രാവൽ ലെബിൻ ചേട്ടനും നമ്മുടെ കൂടെ ഫിഷിങ്ങിന് വന്നത്. അന്ന് ടോമി ചാച്ചനും സതീശൻ ചേട്ടനും കൊച്ചപ്പനും ഒക്കെ ഉൾപ്പെടുന്ന നമ്മുടെ ഫുൾ ടീം രാവിലെ മുതൽ രാത്രി വരെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ വീഡിയോ തയ്യാറാക്കിയത്. അതൊക്കെ ഒരു കാലം. കൊച്ചപ്പനെ നമ്മൾ മാത്രമല്ല, നാട്ടുകാരും കൊച്ചപ്പാന്ന് വിളിക്കുന്നത്. ഇവിടെയൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടല്ലോ കൊച്ചപ്പ. അതെ, ആൾക്കാർ ഇത് ഭയങ്കര രസമല്ലേ സ്ഥലേ. മല കിടക്കണോ? ഒരു പെണ്ണ് ഇങ്ങനെ മറന്ന് കിടക്കണ പോലെ. അങ്ങോട്ട് കിടക്കുമല്ലേ? കാൽഭാഗം അങ്ങോട്ടാ. ഫേസ് അങ്ങോട്ടാ. ഇനി ഇവിടെ നിന്നുള്ള ഡ്രോൺ വ്യൂ കാണിച്ചു തരാം.
എന്നാണ് അത്? ആ അത് തന്നെ കറക്റ്റ്. അത് തൊട്ട് എന്തൊരു ചെടിയല്ലേ. നമ്മൾ ജനിച്ചു വളർന്ന നാട്ടിലെ ഓരോ പുൽനാമ്പിനുമുള്ള ഭംഗിയും അതിലൊളിഞ്ഞിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു അത്ഭുതങ്ങളും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം ഈ നാട് വിട്ട് ജീവിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുമ്പോൾ അതിൻ്റെ ആ ഭംഗി ആസ്വദിക്കണം. അപ്പോൾ മനസ്സിലാകും അതെത്ര വലുതായിരുന്നെന്ന്. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും നമ്മുടെ നല്ല സംസ്കാരവും നമ്മുടെ ഈ ഭാഷയും ഈ അനുഭവങ്ങളും അടുത്ത തലമുറയ്ക്കും പകർന്നു കൊടുക്കണം. തൊട്ടാവാടി, ഇതാണ് തൊട്ടാവാടി പറഞ്ഞേ. ഇത് തൊട്ട്. ആ അത് തന്നെ. അത് നീ എങ്ങനെ അറിഞ്ഞു കിക്കു? ടച്ച് മീ നോട്ട്. അമ്മ പറഞ്ഞോ? അങ്ങനെ കൊച്ചപ്പനോട് യാത്ര പറഞ്ഞ് നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക്. വളരെ സന്തോഷം, കാണാൻ പറ്റിയല്ലോ.